ഇനി ആദ്യം ത്യാഗമാണ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. സഞ്ജയ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. സഞ്ജയനെ നീക്കിയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. ഞാൻ അതിന് ശ്രമിച്ചതാണ്, ഞങ്ങളെല്ലാം ശ്രമിച്ചതാണ്. ഇനിയൊരു ഇവിടെ പാർട്ടിയില്ലേ നമ്മൾ നിർണായക ലക്ഷ്യമാണ്. നമ്മളെല്ലാം കേരളത്തിലെ UDF സർക്കാരാണ്. നമ്മളായിട്ട് മനസ്സുകൊണ്ട് നീ ചെയ്യുന്ന ത്യാഗത്തിന് എനിക്ക് കൂടുതൽ അതാണ് ഇത്രേ ഞാനിപ്പോൾ പറയുന്നത്. നീ ചെയ്യുന്ന ത്യാഗത്തിന് ഒരു കോൺഗ്രസ്സായിട്ട് സ്ഥാനാർത്ഥിത്വം എടുക്കാതിരിക്കുക. UDF നോക്കുക. എൻ്റെ ഭാഗം പാർട്ടി നോക്കുക. ഒപ്പിച്ചു വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കിതിനോട് ആർഗ്യൂ ചെയ്ത് ജയിക്കാനൊന്നും പറ്റില്ല, വാദിച്ച് ജയിക്കാനൊന്നും പറ്റില്ല. എൻ്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അതുകൊണ്ട് വാദിച്ച് ജയിക്കാനും പറ്റില്ല. ഇപ്രാവശ്യം ഈ പാർട്ടിക്ക് വേണ്ടി സഹായിക്കും. എൻ്റെ വിഷമം നമ്മൾ ഭാവിയിൽ തീർക്കും. എനിക്കങ്ങനെ ഒരു വിഷമം ഉണ്ടായത് ഞങ്ങൾ പരിഹരിക്കും. അതുകൊണ്ട് നിനക്ക് അന്നേരം മനസ്സിലാവും നീ ഉദ്ദേശിക്കുന്ന കൂടുതൽ അർത്ഥം. ഞാൻ നിന്നോട് പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, ഈ വാക്കാണ്. അതുകൊണ്ട് പറഞ്ഞത് എനിക്കറിയാം നീ അവിടുത്തെ ഒരു പാർട്ടിയുടെ അസറ്റാണെങ്കിൽ നീ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വത്താണ്. അതുകൊണ്ടാണ് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിപ്പിച്ചത്. ഒരു സംശയം വേണ്ട, എനിക്ക് ധൈര്യമായിട്ട് അതിനെല്ലാം പരിഹാരമുണ്ട്. ഞാൻ പറയുന്നത് നിന്റെ രാഷ്ട്രീയ നിലവാരത്തിലും അന്തസ്സിനും പ്രതീക്ഷിക്കുകയും ചെയ്തിട്ട് പാർട്ടി നിന്നെ സഹായിക്കും, പാർട്ടി നിന്നെ ഉപയോഗിക്കും. നിനക്ക് തല ഉയർത്തി നടക്കാവുന്ന അന്തരീക്ഷം പാർട്ടി. ഇത് വാക്കാണ്, എൻ്റെ വാക്ക് വിശ്വസിക്കാൻ വിളിച്ചത്. ധൈര്യമായിട്ട് പോകും. അവിടുത്തെ ഒരു സഞ്ജയ് കാന്തിൻ്റെ യഥാർത്ഥ മുഖം